ബഹുമാനസ്വാദത്തിൽ കർത്താവിന്റെ നിസ്തുല്യ നാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം. സ്വർഗ്ഗത്തിലെന്നേക്കും സ്ഥിരമാക്കപ്പെട്ട ദൈവവചനം നിങ്ങളുമായി പങ്കുവെക്കുവാൻ ഈ ആയുസ്സിൽ ദൈവം തരുന്ന വിലയേറിയ അവസരമായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഈ വചന കേൾവി നിങ്ങൾക്ക് അനുഗ്രഹമാകുന്നു എന്നതിൽ വളരെ സന്തോഷമുണ്ട്. പരിശുദ്ധാത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നതിൽ സന്തോഷം. അനേക സ്ഥലങ്ങളിൽ അനേക ആളുകൾ ഈ പ്രഭാഷണ കേൾവി അനുഗ്രഹമാകുന്നു എന്ന് അറിയിക്കുന്നതിൽ സന്തോഷിക്കുന്നു. നിങ്ങൾ അറിയിക്കുന്ന പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ നിരന്തരം പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞങ്ങളുടെ ഈ മെസ്സേജ് നിങ്ങൾക്കിപ്പോൾ കേൾക്കാൻ കഴിയുന്നില്ലെങ്കിൽ അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇതിൻ്റെ മുൻ എപ്പിസോഡ്സ് നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്ന് കേൾക്കാൻ കഴിയുന്നതാണ്. ഈ അടുത്ത സമയത്ത് അമേരിക്കയിലെ ഒരു സ്റ്റേറ്റിൽ നിന്ന് ഒരു പ്രൊഫസർ എന്നെ വിളിക്കുകയുണ്ടായി. അദ്ദേഹം കേരളത്തിൽ നിന്ന് അമേരിക്കയിൽ കുടിയേറി പാർത്തയാളാണ്. യാദൃശ്യമായി അദ്ദേഹം കത്തോലിക്ക വിശ്വാസിയാണ്. യാദൃശ്യമായി അദ്ദേഹത്തിൻ്റെ മകൾ അദ്ദേഹത്തിന് ചില മെസ്സേജുകൾ യൂട്യൂബിൽ നിന്ന് അയച്ചു കൊടുക്കുകയുണ്ടായി. അദ്ദേഹം കരഞ്ഞുകൊണ്ടാണ് സംസാരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞു, ഇത്രയും വിലയേറിയ കാര്യങ്ങൾ, ആത്മീയ സത്യങ്ങൾ. ഞാൻ PhD എടുത്തു, കോളേജ് അധ്യാപകനായി ഒത്തിരി കാര്യങ്ങൾ ചിന്തിച്ചു. പക്ഷേ വേദപുസ്തകത്തിൽ ഇത്രയും ശ്രേഷ്ഠമേറിയ കാര്യങ്ങൾ ഇതുവരെ ഗ്രഹിപ്പാൻ കഴിഞ്ഞില്ലല്ലോ എന്നോർത്ത് പശ്ചാത്താപത്തോട് അദ്ദേഹം വിളിക്കുകയുണ്ടായി. കാരണം അദ്ദേഹം ഇപ്പോൾ കടന്നു പോകുന്ന പ്രതിസന്ധികളിൽ അദ്ദേഹത്തിന് വേണ്ട വചനം പരിശുദ്ധാത്മാവ് അദ്ദേഹത്തിന് നൽകിയുണ്ടായെന്ന് പറയുകയുണ്ടായി. അനേകർക്ക് ഇങ്ങനെ പല നിലയിൽ ഇത് ആശ്വാസമാകുന്നു. നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ സഹോദരങ്ങൾക്കും നിശ്ചയമായും ഈ വചന കേൾവി അനുഗ്രഹമാകും ഞാൻ ഉറപ്പുണ്ട്. കർത്താവ് നിങ്ങളെ എല്ലാവരെയും സഹായിക്കുമാറാകട്ടെ. നമ്മൾ വിചിന്തനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ബന്ധനങ്ങളെ അഴിക്കുന്ന ദൈവശക്തിയെക്കുറിച്ചാണ്. യോഹന്നാൻ എഴുതിയ 1-ാം ലേഖനം 3-ാം അധ്യായത്തിലെ 8-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം ഞാൻ വായിക്കുന്നു. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. 116-ാം സങ്കീർത്തനം 16-ാം വാക്യമായിരുന്നു കഴിഞ്ഞ ആഴ്ച നമ്മൾ വിചിന്തനം ചെയ്തത്. നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. പിശാചിൻ്റെ കെട്ടുകളെ അഴിക്കുവാൻ പ്രത്യക്ഷനായവനാണ് നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ്. അതുകൊണ്ട് തന്നെ അവന് മാത്രമേ പിശാചിൻ്റെ കെട്ടുകളെ അഴിപ്പാൻ കഴിയുകയുള്ളൂ. പ്രിയ സ്നേഹിതരെ, കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു, വേദപുസ്തകം വെളിപ്പെടുത്തുന്ന പല ബന്ധനങ്ങളുണ്ട്. അതിലൊന്നാമത്തെ ബന്ധനം പാപത്തിൻ്റെ ബന്ധനമാണ്. പാപം ചെയ്യുന്നത് ദുഷ്ടന് കളിയായി തുടങ്ങുന്നത് അതികഠിനമായ അവസ്ഥയിലേക്ക് നീങ്ങുന്നത് ഇപ്പോൾ നമ്മുടെ കൺമുമ്പിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിനീചവും നിഷ്ഠവുമായ ക്രൂരമായ അനേക പ്രവൃത്തികൾ ചെയ്യുവാൻ മനുഷ്യൻ ഇന്ന് ഏൽപ്പിക്കപ്പെടുകയാണ്. നിഷ്ഠൂരമായത് പലതും മനുഷ്യൻ ചെയ്യുകയാണ്. ഒരറപ്പും ഒരു മടിയും അതിനില്ല, ഒരു പശ്ചാത്തലവുമില്ല. ആ അവസ്ഥയിലേക്ക് പിശാച് പാപം മനുഷ്യനെ കൊണ്ടെത്തിച്ചുകൊണ്ട് ഇരിക്കുകയാണ്. ഒന്നാമത് നിങ്ങൾ വിടുതൽ നേടേണ്ടത് പാപബന്ധനത്തിൽ നിന്നാണെന്ന് കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു. പാപപാശത്തിൽ നിന്ന് നമ്മൾ വിടുതൽ നേടണം. പിശാച് പാപക്കയർ കൊണ്ട് മനുഷ്യനെ കെട്ടിയിരിക്കുകയാണ്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ അതിൽ നിന്ന് സ്വയം രക്ഷപ്പെടുവാൻ കഴിയില്ല. മദ്യപാനം ഉപേക്ഷിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിലും അതിന് അഡിക്റ്റഡായി തീർന്ന അവസ്ഥയിലേക്ക് പലരാകുന്നു. മയക്കുമരുന്നിൽ നിന്ന് വിടുതൽ നേടാൻ ആഗ്രഹമുണ്ടെങ്കിലും അതിന് രക്ഷപ്പെടാൻ കഴിയാതെ അതിന് ബന്ധനസ്ഥനായ അവസ്ഥയിൽ പല ചെറുപ്പക്കാരുമായി തീർന്നിരിക്കുന്നു. ഇതിൻ്റെ കെട്ടൊക്കെ അഴിക്കുവാൻ പരിശുദ്ധാത്മാവിന് കഴിയും. ഞങ്ങൾ ഈ വചനം ശുശ്രൂഷിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ വചനവാളാൽ ആ കെട്ടുകളെ അറക്കുവാൻ വേണ്ടിയാണ്. ഒരാളെങ്കിലും വിടുവിക്കപ്പെട്ടാൽ ഞങ്ങൾക്ക് സന്തോഷം, സ്വർഗവും സന്തോഷിപ്പാനിടയാകും. ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന പ്രിയരെ, ഞങ്ങളോട് പലര് പ്രാർത്ഥന ആവശ്യപ്പെടുന്നു. തലമുറകൾ വഴിതെറ്റിക്കൊണ്ടിരിക്കുകയാണ്. അടിമത്തത്തിലേക്ക്, മയക്കുമരുന്നിൻ്റെ അടിമത്തത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഒരു ബന്ധനങ്ങളാണ്. ഇത് സാധാരണകൾക്ക് മനസ്സിലാകില്ല. ഈ ബന്ധനമായതുകൊണ്ട് തന്നെയാണ് സ്വയം രക്ഷപ്പെടാൻ കഴിയാത്തത്. പൂർണ്ണമായി നിങ്ങൾ വിടുവിക്കപ്പെടണമെങ്കിൽ ഈ പാപപാശം നിങ്ങൾ അഴിയപ്പെടണം. ഇതിന് യേശുക്രിസ്തുവിനെ കഴിയൂ, യേശുവിന് കഴിയും. നിങ്ങൾ ഏൽപ്പിക്കപ്പെട്ടാൽ ദൈവാത്ഭുതങ്ങൾ ചെയ്യും. ഇന്ന് നമ്മൾ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് രോഗബന്ധനത്തെക്കുറിച്ചാണ്. ചിന്തിക്കുക, കഴിഞ്ഞ ആഴ്ച നമ്മൾ പഠിച്ചത് പാപബന്ധനത്തെക്കുറിച്ചാണ്. മനുഷ്യനെ പാപം എവിടെ എത്തിക്കും, എത്ര അധപ്പതനത്തിലെത്തിക്കും, ഇവിടെ വിടുതൽ ലഭിക്കുമെന്നാണ്. രോഗബന്ധനത്തെക്കുറിച്ച് നമുക്കിന്ന് ചിന്തിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങൾ ഞാൻ വായിക്കുന്നു. ഒരു ശബത്തിൽ അവൻ ഒരു പള്ളിയിൽ ഉപദേശിച്ചു കൊണ്ടിരുന്നു. അവിടെ 18 സംവത്സരമായ ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാതെ കൂനിയായൊരു സ്ത്രീ ഉണ്ടായിരുന്നു. യേശു അവളെ കണ്ട് അടുക്ക വിളിച്ചു, സ്ത്രീയെ, ശ്രദ്ധിക്കണം, സ്ത്രീയെ, നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവളുടെ മേൽ കൈവച്ചു. 2 പദം ശ്രദ്ധിക്കുക. 18 സംവത്സരമായി ഒരു രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരുവാൻ കഴിയാത്ത കൂനിയായൊരു സ്ത്രീ. അപ്പോൾ വൈദ്യശാസ്ത്രം ഇങ്ങനൊരാളെ കണ്ടാൽ
കൂന് എന്നല്ലാതെ എന്ത് പറയാനാണ്? നട്ടെല്ല് വളഞ്ഞു പോയെന്നോ കുനിഞ്ഞു പോയെന്നോ നിവരാൻ കഴിയാത്ത അസുഖം എത്രയേ ഉള്ളൂ. അല്ലെങ്കിൽ വൈദ്യശാസ്ത്ര ഭാഷയിൽ എന്തെങ്കിലും ആ രോഗത്തിന് പേര് കാണുമായിരിക്കാം. പക്ഷെ ഇവിടെ എഴുതിയിരിക്കുന്നത് യേശുവാണ് പറഞ്ഞത്, രോഗാത്മാവ് ബാധിച്ചിട്ട് ഒട്ടും നിവരാൻ കഴിയാതിരുന്ന കുനിയായൊരു സ്ത്രീയെ. അടുത്ത പദം, യേശുവോളെ അടുക്ക വിളിച്ചിട്ട് നിന്റെ രോഗബന്ധനം അഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് അവിടെ മേൽ കൈവച്ചു. ഇപ്പൊ രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. ഒരുപക്ഷെ രോഗം മരുന്ന് കൊണ്ട് മാറാം, രോഗബന്ധനം മരുന്ന് കൊണ്ട് മാറില്ല. വേദപുസ്തകത്തിൽ അനേക തെളിവുകളുണ്ട്. 4 സംഭവങ്ങൾ ബൈബിളിൽ നിന്ന് തെറ്റുപറ്റാത്ത വേദപുസ്തകത്തിൽ നിങ്ങളുമായി ഞാൻ പങ്കുവെക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഒന്നാമത്തെ സംഭവം ഇതാണ്. 18 വർഷമായി കൂനിയായ സ്ത്രീ ഒരു ക്ഷണത്തിൽ യേശുവോളെ സൗഖ്യമാക്കുന്നു. 13-ാം വാക്യം, അവൾ ക്ഷണത്തിൽ നിവർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തി. നമ്മുടെ കുറിവാക്യം നിങ്ങൾ വിടരുത്. 116-ാം സങ്കീർത്തനം 16-ാം വാക്യം, നീ എൻ്റെ ബന്ധനത്തെ അഴിച്ചിരിക്കയാൽ ഞാൻ നിനക്ക് സ്തോത്രം ചെയ്യും. ഹല്ലേലൂയ. അപ്പോൾ ബന്ധനം അഴിയപ്പെട്ടവൻ ദൈവത്തെ സ്തുതിക്കും. ദൈവത്തെ സ്തുതിക്കാതിരിപ്പാൻ അവന് കഴിയത്തില്ല. പാപത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, രോഗത്തിൻ്റെ ബന്ധനത്തിൽ നിന്ന്, പൈശാചിക ബന്ധനത്തിൽ നിന്ന്, ആഭിചാര ബന്ധനത്തിൽ നിന്ന്, പൗരോഹിത്യ ബന്ധനത്തിൽ നിന്ന് ഒക്കെ വിടുതൽ ലഭിച്ചവന് ദൈവത്തെ ആരാധിപ്പാതിരിപ്പാൻ കഴിയില്ല. അവൻ ദൈവത്തെ ആരാധിക്കും. അപ്പോൾ അടുത്തത്, ക്ഷണത്തിൽ സൗഖ്യമാകുന്നു. 18 വർഷമായി സാത്താൻ ബന്ധിച്ചിരുന്ന ബന്ധനം, രോഗബന്ധനം യേശു ഒരു നിമിഷം കൊണ്ട് അഴിച്ചു വിടുന്നു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കുന്ന പോലെയല്ല. പലതും വൈദ്യശാസ്ത്രം കൊണ്ട്, മരുന്ന് കൊണ്ട് വിടുവിക്കപ്പെടാത്തതിൻ്റെ കാരണം അതിൻ്റെ പിമ്പിൽ പ്രവർത്തിക്കുന്ന സാത്താന്യ ശക്തി ആയതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ ആത്മവ്യാപാരമുള്ളവരെ ഇത് മനസ്സിലാകൂ. ആത്മീയരെന്ന് പറയുന്ന പലർക്ക് പോലും ഇത് മനസ്സിലാക്കണമെന്നില്ല. ആത്മീയ ലോകത്തെ പോലും പല ചിന്താഗതികളുണ്ട്, ഇതിനെയൊക്കെ എതിർക്കുന്ന ആളുകളുണ്ട്, ഇതൊന്നുമില്ലെന്ന് പറയുന്നുണ്ട്. പക്ഷേ വേദപുസ്തകം വെറുതെ പറയില്ല. രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്, രോഗാത്മാവുണ്ട്. നിങ്ങളെ ബാധിച്ചിരിക്കുന്ന രോഗമാണോ, രോഗാത്മാവാണോ, രോഗബന്ധനമാണോ, നിങ്ങൾ തിരിച്ചറിയണം. രോഗം മരുന്നുകൊണ്ട് മാറും, പക്ഷേ രോഗബന്ധനങ്ങൾ മരുന്നുകൊണ്ട് മാറില്ല. അതിന് ദൈവത്തിൻ്റെ കരം തൊട്ട് നിങ്ങളെ അഴിക്കണം, എങ്കിലും നിങ്ങൾ വിടുതൽ പ്രാപിക്കൂ. 14-ാം വാക്യത്തിൽ യേശു ശബ്ദത്തിൽ സൗഖ്യമാക്കുന്നതുകൊണ്ട് പള്ളിപ്രമാണി നീരസപ്പെട്ടു. പുരുഷാരത്തോട് വേല ചെയ്യുവാൻ 6 ദിവസമുണ്ടല്ലോ, അതിനകം വന്ന് സൗഖ്യം വരുത്തിക്കൊള്ളുവീൻ, ശബത്തിൽ അരുതേ എന്ന് പറഞ്ഞു. കർത്താവിനോട്, കപടഭക്തിക്കാരെ, നിങ്ങളൊരുത്തൻ ശബത്തിൽ തൻ്റെ കാളയോ കഴുതയോ തൊട്ടിയിൽ നിന്ന് അഴിച്ചു കൊണ്ടുപോയി വെള്ളം കുടിപ്പിക്കുന്നില്ലയോ? അടുത്ത പദമാണ് 16-ാം വാക്യം. എന്നാൽ സാത്താൻ 18 സംവത്സരമായി ബന്ധിച്ചിരുന്ന അബ്രഹാമിൻ്റെ മകളായ ഇവളെ ശബത്ത് നാളിൽ ഈ ബന്ധനം അഴിച്ചുവിടേണ്ടതല്ലയോ എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ സുഹൃത്തെ, ബന്ധനമുണ്ട്, ബന്ധനം അഴിക്കുന്ന ശക്തിയുമുണ്ട്. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ വൈദ്യശാസ്ത്രത്തിനോ ഡോക്ടേഴ്സിനോ ലോകത്തിനോ അതൊരു ബന്ധനമായി തോന്നില്ല. സാധാരണ അസുഖം, കൂനിയായ സ്ത്രീ. പക്ഷേ യേശു സർവജ്ഞനായവൻ അതിനെ ബന്ധനമായി കണ്ടു. അവൻ ഒറ്റ വാക്കിൽ വിടുതൽ നൽകി. ക്ഷണത്തിൽ 18 വർഷം. ഞാൻ എൻ്റെ പ്രസംഗപീഠത്തിൽ പലപ്പോഴും പറയാണ്, 38 വർഷമായി ബെഥസ്ദാക്കുളക്കടവിൽ കിടന്നവനെയാ യേശു ഒറ്റ വാക്കിൽ സൗഖ്യമാക്കിയത്. അപ്പം നിൻ്റെ പഴകിയ പാപവും പഴകിയ രോഗവും യേശുവിന് വിഷയമൊന്നുമല്ല. നാളുകളായി പഴകിപ്പോയി, ഇനിയും രക്ഷപ്പെടില്ലെന്ന് പറയുന്ന ചില ശീലങ്ങളുണ്ട്. പഴകിപ്പോയതിനാൽ രക്ഷപ്പെടില്ലെന്ന് പറയുന്ന ചില പാപസ്വഭാവങ്ങളുണ്ട്. പഴകിപ്പോയതിനാൽ രക്ഷപ്പെടില്ലെന്ന് പറഞ്ഞ രോഗങ്ങളുണ്ട്. പക്ഷേ യേശുവിന് പഴക്കം പ്രശ്നമല്ല. യേശുവിന് പിടിപ്പിക്കാൻ കഴിയും. പഴകിയ പാവവും പഴകിയ രോഗവും അവന് വിഷയമല്ല. അപ്പോൾ യേശു അവളെ സൗഖ്യമാക്കി. 17-ാം വാക്യം, അവനിത് പറഞ്ഞപ്പോൾ അവൻ്റെ വിരോധികളെല്ലാവരും നാണിച്ചു. അവനാൽ നടക്കുന്ന സകല മഹിമകളാലും പുരുഷാരമൊക്കെയും സന്തോഷിച്ചു. അപ്പോൾ പാപബന്ധനം, രോഗബന്ധനം. മറ്റൊരു വേദഭാഗം നോക്കുക. രോഗബന്ധനത്തെക്കുറിച്ച് നമ്മൾ പഠിക്കാൻ വേണ്ടിയാണ്. മർക്കോസിൻ്റെ സുവിശേഷം തന്നെ 5-ാം അധ്യായത്തിൻ്റെ 25 മുതലുള്ള വാക്യങ്ങൾ നമുക്കറിയാവുന്ന വേദഭാഗമാണ്. 12 സംവത്സരമായി രക്തസ്രാവമുള്ളവളായി, ബ്ലീഡിംഗ് ഉള്ളവളായി, പല വൈദ്യന്മാരാലും ഏറിയൊന്ന് സഹിച്ച് തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചിട്ടും ഒട്ടും ഭേദം വരാതെ ഏറ്റവും പരവശയായി തീർന്നിരുന്ന ഒരു സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടു. ശ്രദ്ധിക്കുക, 12 സംവത്സരം. മുമ്പേ 18 വർഷമായി, ഇപ്പോൾ 12 സംവത്സരമായി. അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ, 28-ാം വാക്യമാണ് ഞാൻ വായിക്കുന്നത്, അവൻ്റെ വസ്ത്രമെങ്കിലും തൊട്ടാൽ ഞാൻ രക്ഷപ്പെടുമെന്ന് പറഞ്ഞ് പുരുഷാരത്തിൽ കൂടി പുറകിൽ വന്നവൻ്റെ വസ്ത്രം തൊട്ടു. ക്ഷണത്തിൽ അവിടെ രക്തസ്രാവം നിന്നു. അടുത്ത പദമാണ് ശ്രദ്ധിക്കേണ്ടത്. രോഗം മാറി എന്നല്ല എഴുതിയിരിക്കുന്നത്, ബാധ മാറി അവൾ സ്വസ്ഥയായെന്ന്
അവൾ ശരീരത്തിൽ അറിഞ്ഞു. പ്രിയ സ്നേഹിതരെ, 12 വർഷമായി രക്തസ്രാവമുള്ള, ബ്ലീഡിംഗ് ഉള്ള ഒരു സഹോദരി. അവളെക്കുറിച്ച് എഴുതിയിരിക്കുന്നത് അനേക വൈദ്യന്മാരെ, അന്നറിയപ്പെട്ട സകല വൈദ്യന്മാരെ അവൾ സമീപിച്ചു, ഏറിയൊന്ന് സഹിച്ചു. മാത്രമല്ല തനിക്കുള്ളതൊക്കെയും ചെലവഴിച്ചു. ഉള്ള കാശ് മുഴുവൻ പോയി. അവസാനം വലഞ്ഞു. ഇതെല്ലാമായിട്ടും സൗഖ്യമാകാതിരുന്നു, ഭേദമാകാതിരുന്നു, പരവശയായി തീർന്നു. ആ സ്ത്രീ യേശുവിൻ്റെ വർത്തമാനം കേട്ടിട്ട് ഒരു തീരുമാനത്തോട് പുറത്തിറങ്ങി. പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്കറിയാം, മോശയുടെ ന്യായപ്രമാണം അനുസരിച്ച് ഇസ്രായേലിൽ രക്തസ്രാവക്കാരിയായവൾക്ക് പുറത്തിറങ്ങാൻ അനുവാദമില്ല. അങ്ങനെ പുറത്തിറങ്ങാൻ പാടില്ല. പുറത്തിറങ്ങനെ നിയമം ലംഘിച്ച് ഇറങ്ങുന്നവരെ കല്ലെറിഞ്ഞു കൊല്ലാനായിരുന്നു അന്നത്തെ നിയമം. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത്, രക്തസ്രാവക്കാരിയായവൾ ഒരു തീരുമാനത്തോട് വീട്ടിൽ നിന്നിറങ്ങി. എന്തു വന്നാലും ഞാൻ യേശുവിനെ തൊടും. കൊല്ലെറിഞ്ഞു കൊല്ലട്ട്, എനിക്കൊരു വിടുതലാണ് ആവശ്യം. മനുഷ്യൻ്റെ വാക്കുകളോ പ്രശംസയോ അല്ല, എനിക്ക് ആവശ്യം ഒരു വിടുതലാണ്. ഇന്ന് എൻ്റെ പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, നാളുകളായി പല വിധത്തിൽ നിങ്ങൾ പല ക്ലേശങ്ങളിലൂടെ കടന്നു പോകുന്നു. പിശാചിൻ്റെ ബന്ധനത്തിൽപ്പെട്ട് നിങ്ങൾ അലയുന്നു. നിങ്ങൾക്ക് ആവശ്യം മനുഷ്യൻ്റെ പ്രശംസാ വാക്കുകളല്ല, ദൈവിക വിടുതലാണ്. അതിനുവേണ്ടി നിങ്ങൾ ഇറങ്ങണം. ഇവിടെ ശ്രദ്ധിക്കുക, യേശുവിൻ്റെ വസ്ത്രത്തിൻ്റെ തൊങ്ങൽ അവൾ തൊട്ട മാത്രയിൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ടു. അവിടെ രക്തസ്രവം നിന്നു. അതിനെക്കുറിച്ച് യേശു പറഞ്ഞിരിക്കുന്നത് ബാധ മാറി. കർത്താവ് പറഞ്ഞു ബാധ മാറി. 30-ാം വാക്യം, ഉടനെ യേശു തങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെട്ടെന്നുള്ളിൽ അറിഞ്ഞിട്ട് പുരുഷാരത്തിൽ തിരിഞ്ഞു. എൻ്റെ വസ്ത്രം തൊട്ടതാറെന്ന് ചോദിച്ചു. ശിഷ്യന്മാവനോട് പുരുഷാരം നിന്നെ തിരക്കെന്ന് കണ്ടിട്ട് എന്നെ തൊട്ടതാറെന്ന് ചോദിച്ചു. അവനോ അത് ചെയ്തവളെ കാണുവാൻ ചുറ്റും നോക്കി. സ്ത്രീ തനിക്ക് സംഭവിച്ചറിഞ്ഞിട്ട് ഭയപ്പെട്ട് വിറച്ചുകൊണ്ട് അവന് മുമ്പിൽ വീണു. വസ്തുവൊക്കെ അവനോട് പറഞ്ഞു. അടുത്ത പദം ശ്രദ്ധിക്കുക. അവൻ മകളോട്, മകളെ, നിന്റെ വിശ്വാസം നിന്നെ രക്ഷിച്ചിരിക്കുന്നു, സമാധാനത്തോട് പോയി ബാധയൊഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക എന്ന് പറഞ്ഞു. അവിടെയും ശ്രദ്ധിക്കുക, സമാധാനത്തോട് പോയി ബാധ ഒഴിഞ്ഞ് സ്വസ്ഥമായിരിക്കുക. അപ്പോൾ എല്ലാ രോഗവും രോഗമല്ല സ്നേഹിതരെ, രോഗബന്ധനമുണ്ട്. അനേക ആളുകൾ ഈ രോഗബന്ധനങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഞാൻ അതിനെക്കുറിച്ച് പിന്നീട് പറയാം. ഒരു വാക്യം കൂടെ നോക്കാം. 3-ാമത് മർക്കോസ് വിശേഷം 9-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ വായിച്ചാൽ, അവൻ ശിഷ്യന്മാരുടെ അടുക്ക വന്നാറ് വലിയ പുരുഷാരം അവനെ ചുറ്റി നിൽക്കുന്നതും ശാസ്ത്രിമാർ അവരോട് തർക്കിക്കുന്നത് കണ്ടു. പുരുഷാരം അവനെ കണ്ട ഉടനെ ഭ്രമിച്ചോടി വന്നവനെ വന്ദിച്ചു. അവനവരോട്, നിങ്ങൾ അവരുമായി തർക്കിക്കുന്നതെന്ന് ചോദിച്ചു. ശിഷ്യന്മാരുമായി ജനക്കൂട്ടം തർക്കിച്ചു നിൽക്കുകയാണ്. അതിന് പുരുഷാരത്തിൽ, ഗുരു, ഊമനായ ആത്മാവുള്ള എൻ്റെ മകനെ ഞാൻ നിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. ശ്രദ്ധിക്കുക, ഊമനായ ആത്മാവുള്ള ഒരുവൻ. അപ്പം സംസാരിക്കാത്ത ഒരുവൻ, ഊമനായ ഒരുവൻ. സാധാരണ നിലയിൽ എന്താണ്? നാക്ക് താണു പോയതോ സംസാരിക്കാത്തതാണ്, ഊമനാണ്, അവൻ പൊട്ടനാണെന്ന് മലയാള ഭാഷയിൽ പറയാറുണ്ട്, സാധാരണ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ കാണത്തുള്ളൂ. പക്ഷേ ഇവിടെ എഴുതിയിരിക്കുന്നു ഊമനായ ആത്മാവുള്ള ഒരാൾ. അപ്പോൾ അങ്ങനെയുണ്ട്, ഊമനായ ആത്മാവ്, സംസാരിപ്പിക്കാത്ത ആത്മാവ്. അതുകൊണ്ടെല്ലാം സംസാരിക്കാത്തവരുടെ മേലെ വ്യാപരിക്കുന്നത് ദുരാത്മാവാണെന്ന് ഞാൻ പറഞ്ഞെന്നാലും ചിന്തിക്കരുത്. ഊമനായ ആത്മാവ്. അപ്പം അവിടെയും സാത്താനാണ് പ്രവർത്തിച്ചത്. ഈ കൊച്ചിനെ സംസാരിപ്പിക്കാതെ ഇരുത്തിയതിൻ്റെ പിൻപിൽ പിശാചുണ്ടായിരുന്നു. അതിന് തെളിവാണ് അടുത്ത വാക്യം ഇങ്ങനെയാണ്. അതവനെ എവിടെ വെച്ച് പിടിച്ചാലും അവനെ തള്ളിയിടുന്നു, പിന്നെ അവൻ നുരച്ച് പല്ലി കടിച്ച് വരണ്ടു പോകുന്നു. അതിനെ പുറത്താക്കണമെന്ന് ഞാൻ എൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞിട്ട് അവർക്ക് കഴിയില്ല എന്ന് ഉത്തരം പറഞ്ഞു. അവനവരോട്, അവിശ്വാസമുള്ള തലമുറയെ, എത്രത്തോളം ഞാൻ നിങ്ങളോട് ഇരിക്കും, എത്രത്തോളം നിങ്ങളെ പൊറുക്കും, അവനെ എൻ്റെ അടുക്കൽ കൊണ്ടുവരുന്നു പറഞ്ഞു. അവനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്ന് അവനെ കണ്ട ഉടനെ ആത്മാവനെ ഇഴച്ചു. അവൻ നിലത്ത് വീണ് നുരച്ചുരണ്ടു. ഇതവനെ സംഭവിച്ചിട്ട് എത്ര കാലമായെന്ന് ചോദിച്ചു. അവൻ ചെറുപ്പം മുതൽ തന്നെ അതവനെ നശിപ്പിക്കേണ്ടതിന് പലപ്പോഴും തീയിലും വെള്ളത്തിലും തള്ളിയിട്ടുണ്ട്. നിന്നാൽ വല്ലതും കഴിയുമെങ്കിൽ മനസ്സലിഞ്ഞ് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പറഞ്ഞു. യേശുവിനോട് നിന്നാൽ കഴിയും എങ്കിൽ എന്നോ, വിശ്വസിക്കുന്നവന് സകലവും കഴിയുമെന്ന് പറഞ്ഞു. ബാലൻ്റെ അപ്പൻ ഉടനെ നിലവിളിച്ചു, കർത്താവെ, ഞാൻ വിശ്വസിക്കുന്നു, എൻ്റെ അവിശ്വാസം സഹായിക്കണമെന്ന് പറഞ്ഞു. എന്നാറേ പുരുഷാരം ഓടിക്കൂടുന്നത് യേശു കണ്ടിട്ട് അശുദ്ധാത്മാവിനെ ശ്വാസിച്ചു. ഊമനും ചെകിടനുമായ ആത്മാവേ, ഇവനെ വിട്ടുപോ, ഇനി ഇവനിൽ കടക്കരുത് എന്ന് നിന്നോട് കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. കണ്ടോ ആ പദം കണ്ടോ? ഊമനും ചെകിടനുമായ ആത്മാവേ. അപ്പോൾ അവിടെ പ്രവർത്തിച്ചത് ഒരാത്മാവാണ്, പിശാചിക ശക്തിയാണ്. ഈ കൊച്ചനെ കുഞ്ഞിലെ മുതൽ ക്ലേശിപ്പിച്ചുകൊണ്ടിരുന്നത് ഒരു ബന്ധനമായിരുന്നു, ഒരു രോഗബന്ധനമായിരുന്നു. അതിനെ കർത്താവ് ശാസിക്കുന്നു. അപ്പോൾ അത് നിലവിളിച്ചവനെ വളരെ ഇഴച്ച് പുറപ്പെട്ടു പോയി. മരിച്ചുപോയി എന്ന് പലരും പറക്കത്തക്കവണ്ണം മരിച്ചവനെ പോലെയായി. യേശുവിനെ കൈപിടിച്ച്
നിവർത്തി അവൻ എഴുന്നേറ്റു. 28-ാം വാക്യത്തിൽ യേശുവിൻ്റെ ശിഷ്യന്മാർക്ക് എന്തുകൊണ്ട് ഇത് സാധിച്ചില്ല എന്ന് അവർ യേശുവിൻ്റെ ചോദിക്കുന്നുണ്ട്. അതുകൂടെ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. വീട്ടിൽ വന്ന ശേഷം ശിഷ്യന്മാർ സ്വകാര്യം അവനോട്, ഞങ്ങൾക്ക് അതിനെ പുറത്താക്കാൻ കഴിയാഞ്ഞത് എന്തെന്ന് ചോദിച്ചു. യേശുവിന് മറുപടി, പ്രാർത്ഥനയാലല്ലാതെ ഈ ജാതി ഒന്നിനാലും പുറപ്പെട്ടു പോകുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. മറ്റൊരിടത്ത് ഉപവാസത്താലും പ്രാർത്ഥനയാലും അല്ലാതെ ഈ ജാതി മറ്റൊന്നിനാലും പാടില്ല. അപ്പോൾ ക്ഷണത്തിലൊരു പക്ഷേ ചില വിടുതലുകൾ നടന്നേക്കാം. എന്നാൽ ചില വിടുതലുകൾ ഉപവാസത്താൽ, പ്രാർത്ഥനയാൽ, ദീർഘകാല ഉപവാസത്താലും പ്രാർത്ഥനയാലുമേ നടക്കുള്ളൂ. ഈ പ്രഭാഷണത്തിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് സഹോദരങ്ങളെ. അനേക ആളുകൾ പല വിഷയങ്ങൾക്കായി ഞങ്ങളെ വിളിക്കാറുണ്ട്. ഇതുപോലെ സമാനമായ ചിന്താഗതികൾ ചില പ്രാർത്ഥനാ വിഷയം ഞങ്ങളെ അറിയിക്കാറുണ്ട്. ചിലത് ക്ഷണത്തിൽ ദൈവം വിടുവിച്ചെന്ന് വരാം. ചിലത് കുടുംബമായി ദൈവത്തിൽ ഉപവസിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ ഏൽപ്പിക്കപ്പെടണം. അതിന്മേൽ ദൈവീയ വിടുതലുകൾ സംഭവിക്കും. അപ്പോൾ ഊമനും ചെകിടനുമായ ഒരു ആത്മാവാണ് ആ കുട്ടിയെ ബാധിച്ചത് എന്ന് നമുക്കിവിടെ മനസ്സിലാക്കാൻ കഴിയും. മർക്കോസിന്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ 4 കാര്യങ്ങൾ ഞാൻ പറയുന്നു. ഒന്ന്, കൂനിയായ സ്ത്രീ, 18 വർഷമായി കുനിയാൻ കഴിയാതിരുന്നൊരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്നു. 2, 12 വർഷമായി രക്തസ്രാവക്കാരിയായ ഒരു സ്ത്രീയെ കർത്താവ് സൗഖ്യമാക്കുന്നു. 3, ബാല്യം മുതൽ ഊമനും ചെകിടനുമായിരുന്നൊരു കൊച്ചനെ, ഒരു ചെറുപ്പക്കാരനെ യേശു സൗഖ്യമാക്കുന്നു. ഇവിടെയെല്ലാം ബാധ മാറിയെന്നും ഇവിടെയെല്ലാം രോഗാത്മാവെന്നും രോഗബന്ധനമെന്നും കർത്താവ് പറയുന്നത് നിങ്ങൾ മറന്നു പോകരുത്. ഈ വാക്യം ഞാൻ വായിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 31 മുതലുള്ള വാക്യങ്ങൾ. അവൻ വീണ്ടും സോരിൻ്റെ അതിർ വിട്ട് സീദോൻ വഴിയായി ദക്കപ്പൊലി ദേശത്ത് നടുവിൽ കൂടെ ഗലീലാക്കടപ്പുറത്ത് വന്നു. അവിടെ അവൻ വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. അവൻ്റെ മേൽ കൈവെക്കണമെന്ന് അപേക്ഷിച്ചു. അവനെ പുരുഷാരെന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി അവൻ്റെ ചെവിയിൽ വിരലിട്ടു തുപ്പി അവൻ്റെ നാവിനെ തൊട്ടുപോയി. അടുത്ത പദം ശ്രദ്ധിക്കുക. സ്വർഗത്തേക്ക് നോക്കി നെടുവീർപ്പിട്ടവനോട് തുറന്നു വരിക എന്നർത്ഥമുള്ള എഫദാ എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ ചെവി തുറന്നു. അടുത്ത പദം ശ്രദ്ധിക്കണേ. നാവിൻ്റെ കെട്ടഴിഞ്ഞിട്ട് അവൻ ശക്തിയായി സംസാരിച്ചു. നാവിൻ്റെ കെട്ടഴിഞ്ഞു. യേശു അവൻ്റെ ബന്ധനമായിരിച്ചു. പ്രൈസ് ദ ലോർഡ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ അനേകം കാര്യങ്ങളിവിടെ ചിന്തിക്കാനുണ്ട്. ഊമനായ, ചെകിടനായ, വിക്കനായ ഒരു ചെകിടനെ അവൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. യേശു അവനെ കണ്ടിട്ട് നെടുവീർപ്പിട്ടു. സ്വതന്ത്രനായി സംസാരിക്കേണ്ട ഒരു ചെറുപ്പക്കാരൻ വിക്കനും ചെകിടനുമായി കണ്ടപ്പോൾ യേശു നെടുവീർപ്പിട്ടു. അതായത് പിശാച് ഇവനിൽ വരുത്തിയ അടിമത്തം കണ്ട്, പിശാച് മനുഷ്യവർഗത്തിന് വരുത്തിയ കഷ്ടത കണ്ട്, പിശാച് ജനവർഗത്തെ വരുത്തിയ ക്ലേശം കണ്ട് യേശു നെടുവീർപ്പിടുകയാണ്. ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന മാന്യ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവ് ക്രൂരനായ ഒരുവനല്ല. ഞാൻ കഴിഞ്ഞ എപ്പിസോഡിൽ പറയുകയുണ്ടായി. പിശാച് ഓരോ തന്ത്രങ്ങൾ ഭവനങ്ങളിൽ കൊണ്ടുവച്ചിട്ട് വേദന വരുത്തി വെച്ച്, സംശയം വരുത്തി വെച്ച്, ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ സംശയം വരുത്തി വെച്ച്, കുടുംബക്കലഹമുണ്ടാക്കി, തമ്മിൽ അടിയുണ്ടാക്കി, തമ്മിൽ പിരിഞ്ഞ് വെട്ടുകത്തിയെടുത്ത് വെട്ടി നുറുക്കുന്നു. അതുപോലെ തന്നെ കുടുംബകലഹമുണ്ടാക്കുന്നു. അപ്പന്മാർ മക്കളോ അപ്പന്മാരോടെ പോർ വിളിക്കുന്നു, കൊലപാതകം നടക്കുന്നു, തമ്മിൽ അടി നടക്കുന്നു. അതിഭയങ്കരമായി, ഒരിക്കലും കണ്ടിട്ടില്ലാത്തവരെ പോലെ, നിത്യശത്രുക്കളെ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും പോർവിളി നടത്തുന്നു. എന്നിട്ട് ഇതിൻ്റെ കുറ്റമെല്ലാം സാത്താൻ ദൈവത്തിന് മുമ്പിൽ വെക്കുന്നു. നിങ്ങൾ മനസ്സിലാക്കുക സുഹൃത്തെ, നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധിയുടെ കാരണക്കാരൻ ദൈവമല്ല, പിശാചാണ്. നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും കാണുമ്പോൾ ദൈവം നെടുവീർപ്പിടുന്നു എന്നോർത്തോണം. ജീവനിൽ വാഴേണ്ടവൻ, സമാധാനത്തിൽ വാഴേണ്ടവൻ, ഏദൻ പർദീസയുടെ അനുഭവം ഭവനത്തിൽ നടക്കേണ്ടപ്പോൾ അതിന് വിരുദ്ധമായത് ഏത് ഭവനത്തിൽ നടന്നാലും അതിൽ സന്തോഷിക്കുന്നവനല്ല ദൈവം, അതിൽ ദുഃഖിക്കുന്നവനാണ് ദൈവം, അതിൽ കണ്ണുനീർ വാഴ്ത്തുന്നവനാണ് ദൈവം, അതിൽ നെടുവീർപ്പിടുന്നവനാണ് ദൈവം. നിങ്ങളുടെ ബന്ധനം കാണുമ്പോൾ അവന് സങ്കടമാണ്. നിങ്ങൾക്കൊരു വിടുതൽ തരുവാനാണ് അവൻ ആഗ്രഹം. പക്ഷേ വിടുതൽ ലഭിപ്പാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ പ്രവർത്തിക്കുവാനായി അവനെ ഏൽപ്പിച്ചു കൊടുക്കുക, അവനെ അനുവദിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ കർത്തൃത്വം നടത്തുവാൻ ദൈവത്തെ അനുവദിക്കുക. ഇതിൽ നിന്നൊരു വിടുതൽ നിങ്ങൾ ആഗ്രഹിക്കുക. പലർക്കും പ്രതിസന്ധിയിലാണെങ്കിലും പ്രശ്നത്തിലാണെങ്കിലും വേദനയിലാണെങ്കിലും ദൈവഹിതപ്രകാരമുള്ള വിടുതൽ ഇഷ്ടമില്ല. ഇവിടെ ഒരു പദം നിങ്ങൾ ശ്രദ്ധിക്കണം. നിങ്ങൾ അവനവനെ പുരുഷാന്ന് വേറിട്ട് കൂട്ടിക്കൊണ്ടുപോയി. പുരുഷാൻ നടുവിൽ വെച്ച് യേശു അത്ഭുതം ചെയ്തില്ല. അവൻ്റെ ചെവിയിൽ വിരലിട്ടു, തുപ്പി അവൻ്റെ നാവിനെ തൊട്ടു. ഞാൻ ഈ ഭാഗം പ്രസംഗിക്കുമ്പോഴൊക്കെ പറയാറുണ്ട്, തുപ്പലാണ് മനുഷ്യൻ മറ്റൊരു മനുഷ്യൻ്റെ തുപ്പൽ വരെ നമ്മുടെ ദേഹത്ത് വീണാൽ നമ്മൾ ആരും ഇഷ്ടപ്പെടില്ല. വളരെ വെറുപ്പുള്ള കാര്യമാണ്, അറപ്പുള്ള കാര്യമാണ്. പക്ഷേ യേശു ഇവിടെ അങ്ങനെ ചെയ്തു. ഞാൻ കഴിഞ്ഞ ഒരു തവണ പറഞ്ഞ പോലെ യേശുവിന്
കൈ നീട്ടേണ്ട പോലും കാര്യമില്ല, തൊടേണ്ട കാര്യമില്ല, ശ്വാസിക്കേണ്ട കാര്യമില്ല, സ്പർശിക്കേണ്ട കാര്യമില്ല. നോക്കിയാൽ വിടുതല. യേശു നോക്കിയപ്പോൾ സൗഖ്യമായിട്ടുണ്ട്. 10 കുഷ്ഠരോഗികൾ എതിരിട്ടപ്പോൾ പോയി പുരോഹിതനെ കാണിച്ചോളാൻ പറഞ്ഞു. യേശു ശാസിച്ചില്ല, പ്രാർത്ഥിച്ചില്ല, കൈ നീട്ടിയില്ല, സൗഖ്യമായി. ഇപ്പം യേശുവിന് അങ്ങനെയൊക്കെ ചെയ്യാൻ കഴിയും. എന്നാൽ ചിലപ്പോൾ യേശു ഇങ്ങനെയും ചെയ്തെന്ന് വരും. ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യത്യസ്തമായ സുഹൃത്തുക്കളെ. ഒരു പക്ഷേ ഒരു രോഗശാന്തി ക്രൂസൈഡ് നടക്കുമ്പോൾ നിങ്ങളുടെ പേർ വിളിച്ച് നിങ്ങൾക്കൊരു സൗഖ്യം കിട്ടിയെന്ന് വരാം. നിങ്ങൾ വിശ്വാസത്തോടിരിക്കുമ്പോൾ പ്രസംഗികൻ പോലും അറിയാതെ ഒരു സൗഖ്യം വ്യാപരിച്ചെന്ന് വരാം. നിങ്ങൾ നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്ഷണത്തിൽ സൗഖ്യം കിട്ടിയെന്ന് വരാം. ദൂരെയുള്ളൊരു ദൈവദാസനോട് ഫോണിൽ വിളിച്ച് പ്രാർത്ഥിച്ചപ്പോൾ നിങ്ങൾ സൗഖ്യം കിട്ടിയെന്ന് വരാം. ദൈവത്തിൻ്റെ വിടുതലുകൾ വ്യത്യസ്തമാണ്. എന്നാൽ ചില വിടുതലുകൾക്ക് മാസങ്ങളെടുത്തെന്ന് വരും, ചിലതിന് വർഷങ്ങളെടുത്തെന്ന് വരും. ഇനി മറുവശത്തോടെ ഞാൻ പറയാം, ചിലപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതി വിടുതലായിരിക്കില്ല, നിങ്ങൾക്ക് അതിന്മേൽ കൃപയായിരിക്കും. അതും വേദപുസ്തകത്തിലെ, അതുകൂടെ പഠിക്കണം. ഇതാണ് സമതുലിതമായ സുവിശേഷം, വേദപുസ്തകം വെളിപ്പെടുന്ന സുവിശേഷം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ ശിഷ്യനായ പൗലോസ്, അതിശക്തമായി കർത്താവിന് വേണ്ടി പ്രവർത്തിച്ച പൗലോസ്, ഈ ശൂലം ജഡത്തിൽ കുത്തുവാൻ ഒരു ശൂലമുണ്ടായിരുന്നതായി കാണുന്നു. അത് നീങ്ങിപ്പോകാൻ ദൈവത്തോട് അപേക്ഷിച്ചു. പക്ഷേ കർത്താവ് പറഞ്ഞു, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ യേശു കർത്താവ് പൗലോസിന് വിടുതൽ കൊടുത്തില്ല. ആജീവാനന്ദമാ ക്ലേശം സഹിച്ചുകൊണ്ട് പൗലോസ് ജീവിക്കേണ്ടി വന്നു. ചില സന്ദർഭങ്ങളിൽ ദൈവം രോഗം മാറ്റേണ്ടതിന് പകരം ആ രോഗം സഹിപ്പാനുള്ള, അല്ലെങ്കിൽ ചില സമയങ്ങളിൽ കഷ്ടത മാറ്റേണ്ടതിന് പകരം, പ്രതിസന്ധി മാറ്റേണ്ടതിന് പകരം, പ്രയാസം മാറ്റേണ്ടതിന് പകരം അതിനെ അതിജീവിപ്പാനുള്ള അഭിഷേകവും കൃപയും ശക്തിയും നിങ്ങളുടെ മേൽ പകരുന്നവനാണ്. അതുകൊണ്ടാണ് അനേക ഭക്തന്മാർ കഷ്ടങ്ങളിലൂടെ പോകുന്നുണ്ട്, ക്ലേശങ്ങളിലൂടെ പോകുന്നുണ്ട്. അനേക രോഗശാന്തി ശുശ്രൂഷ ചെയ്യുന്ന അഭിഷക്തന്മാർ പോലും അവർ ശരീരത്തിൽ രോഗം അനുഭവിക്കേണ്ടി വരാറുണ്ട്. അവിടെ ചിലപ്പോൾ ദൈവം വിടുതൽ നൽകിയില്ലെന്ന് വരും. ആ വിടുതൽ നൽകാത്തത് ദൈവത്തിൻ്റെ പദ്ധതിയാണത്. അവർ അഭിഷേകത്തിൻ്റെ നിറവിൽ കൃപയിൽ നിൽപ്പാൻ വേണ്ടിയാണ് ദൈവം അവരുടെ മേൽ കൃപ പകർന്നു. പ്രിയ സ്നേഹിതരെ, ഞാൻ പറഞ്ഞതിൻ്റെ സാരം, എല്ലാ രോഗവും രോഗമല്ല, രോഗമുണ്ട്, രോഗബന്ധനമുണ്ട്. ഒരുപക്ഷെ ഇന്ന് ഈ പ്രഭാഷണം പല സ്ഥലങ്ങളിൽ കേൾക്കുന്ന സുഹൃത്തെ, രോഗബന്ധനത്തിന് മരുന്ന് കൊണ്ട് സൗഖ്യം കിട്ടില്ല. അത് വിടുവിക്കേണ്ടവൻ നാസറയനായ യേശുവാണ്. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി. അനേക ശുശ്രൂഷ വേദിയിൽ എനിക്ക് അനേക അനുഭവങ്ങൾ നേരിട്ടിട്ടുണ്ട്. ഇത് സത്യമാണെന്ന് ബോധ്യമാകുന്ന അനുഭവങ്ങൾ. എല്ലാ അനുഭവവും ശരിയാകണമെന്നില്ലല്ലോ, അനുഭവം ഉപദേശമാക്കാനും പാടില്ല. എന്നാൽ ഈ വേദപുസ്തകത്തിൽ രോഗാത്മാവെന്നും രോഗബന്ധനമെന്നും ബാധയെന്നും ഒക്കെ എഴുതിയിട്ടുള്ളതിനാൽ ഇതുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതിന് വിടുതൽ യേശു ക്രിസ്തുവിലൂടെയാണ്. ഈ പ്രഭാഷണം അനേക സ്ഥലങ്ങളിൽ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ സ്നേഹിതരെ, നിങ്ങൾ രോഗബന്ധനത്താൽ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ, എല്ലാ കയറുകളെയും പൊട്ടിക്കുന്ന, എല്ലാ രോഗബന്ധനത്തെയും അഴിക്കുന്ന നാസറയനായ യേശുവിൻ്റെ അഭിഷേകത്തിൻ്റെ ശക്തി ഇപ്പോൾ നിങ്ങളുടെ മേൽ, നിങ്ങളുടെ ശരീരത്തിൽ മേൽ വ്യാപരിക്കുന്നു. കർത്താവിനെ വിടുവിപ്പാൻ ശക്തനാണ്. ഒരനുഭവം പറഞ്ഞിട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. ഒരിക്കൽ ഞാൻ സുവിശേഷ യോഗത്തിൽ പ്രസംഗിക്കുമ്പോൾ ഒരു സ്ത്രീ പ്രാർത്ഥനയ്ക്കായി മുമ്പോട്ട് വന്നു. അവൾ പ്രാർത്ഥിക്കാനായി വന്നത് 14 വർഷമായി അതികഠിനമായി അവൾ തലവേദനയാൽ ഭാരപ്പെടുകയാണ്. തല വെട്ടിപ്പിളക്കുന്നുള്ള വേദനയാണ് അവൾ അനുഭവിക്കുന്നത്. അനേക ഹോസ്പിറ്റലുകൾ മാറി മാറി ചികിത്സിച്ചു, സ്കാൻ ചെയ്തു, എക്സ്റേ എടുത്തു, മരുന്ന് കഴിക്കുക, അല്പം ശമനമുണ്ടാവും, വീണ്ടും അസ്വസ്ഥതയാണ്. 14 വർഷമായി. യാദൃശ്യമായ ഒരു കൺവെൻഷൻ ദൈവനം പ്രസംഗിക്ക് മുമ്പോട്ട് വന്ന് പ്രാർത്ഥിക്കാൻ എന്നതാണ്. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുഴിഞ്ഞ് താഴെ വീണു. അവൾ, ഒത്തിരി ആളുകളുണ്ട്, അവളെ മറ്റൊരു കൂട്ടര് സഹോദരിമാരെടുത്തുകൊണ്ട് പോയി. കുറച്ച് കഴിഞ്ഞ് ഞാൻ അകത്തേക്ക് ചെല്ലുമ്പോൾ ആ താഴെ വീണ സഹോദരി കിടന്ന് പിടയ്ക്കുകയാണ്. കൈവച്ച് പ്രാർത്ഥിക്കാൻ തുടങ്ങുമ്പോൾ ദുരാത്മാവ് ഇളകി വിളിച്ചു പറഞ്ഞു, 14 വർഷമായി ഏതാണ്ട് 8ഓളം ദുരാത്മാക്കൾ ഈ സഹോദരിയുടെ ശരീരത്തിൽ കയറിയിരിക്കുകയായിരുന്നു. അതിൽ കൈവച്ച് പ്രാർത്ഥിച്ചെണ്ണത്തിൽ തന്നെ 4 പേർ പോയി. 4 ദുരാത്മാക്കൾ ഇനിയും ഉണ്ടെന്ന് പറഞ്ഞു. വേദവസ്ലതയെക്കുറിച്ചൊക്കെ ഉണ്ട്. ഒത്തിരി ദുരാത്മാക്കൾ ഒരു വ്യക്തിയിൽ കയറിയെന്ന് വരാം. ആ രാത്രി കർത്താവ് അവർക്ക് സൗഖ്യം പൂർണ്ണമായി നൽകി. ആ തലവേദന പൂർണ്ണമായി വിട്ടുമാറി. അപ്പോൾ 14 വർഷമായി അവൾ അലട്ടിക്കൊണ്ടിരുന്ന വേദനയുടെ പിൻപിൽ സാത്താന്യ വ്യാപാരമുണ്ടായിരുന്നു, അന്ധകാര ശക്തിയുടെ വ്യാപാരമുണ്ടായിരുന്നു. ഇന്ന് പ്രഭാഷണം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ യേശു പ്രത്യക്ഷപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഭവനത്തിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളിൽ ദുഷ്ടനായ പിശാച് തകർത്തുകൊണ്ടിരിക്കുന്നു, സ്വസ്ഥത കെടുത്തിക്കൊണ്ടിരിക്കുന്നു, നിങ്ങളുടെ അധ്വാന ഫലവും നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. എത്ര ചികിത്സ സൗഖ്യമാകാത്ത ചില രോഗങ്ങൾ നിങ്ങളെ അലട്ടുന്നെങ്കിൽ, കുടുംബത്തിൽ അസ്വസ്ഥത വർദ്ധിക്കുന്നെങ്കിൽ, അസമാധാനം വർദ്ധിക്കുന്നെങ്കിൽ, കിട്ടുന്ന മുഴുവൻ നാനാ വഴിക്ക് പോകുന്നുണ്ടെങ്കിൽ, പരസ്പരം നോക്കി സന്തോഷിപ്പാൻ കഴിയാതെ, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ കഴിയാതെ കലഹങ്ങൾ വരുന്നെങ്കിൽ, ഇതിൻ്റെ എല്ലാം പ്രവർത്തിക്കുന്ന ദുഷ്ടവ്യാപാരമാണ്. അതിന്മേൽ ജയം തരാൻ യേശുവിന് കഴിയും. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ അവൻ പ്രത്യക്ഷനായി. നീ എൻ്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു,
ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിക്കും. അതേ, ബന്ധനങ്ങളെ അഴിക്കുന്ന, പിശാചിന്റെ പ്രവർത്തികളെ അഴിക്കുന്ന ദൈവശക്തി നിങ്ങളുടെ ഭവനത്തിൽ ഇപ്പോൾ വ്യാപരിച്ചു തുടങ്ങുന്നു. ആത്മീയ ആരാധനയ്ക്കായി, പരിശുദ്ധാത്മാവുള്ള സന്തോഷത്തിനായി നിങ്ങളും നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഏൽപ്പിക്കപ്പെടുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട കർത്താവേ, സ്വർഗ്ഗീയ പിതാവേ, നാളുകളായി കർത്താവെ, ശരീരത്തിൽ രോഗബന്ധനം അനുഭവിക്കുന്ന 16 വർഷമായി കുനിയാൻ കഴിയാത്ത കൂനിയായ സ്ത്രീയെ പോലെ, 12 വർഷമായ രക്തസ്രാവം അനുഭവിച്ച രക്തസ്രാവക്കാരിയെ പോലെ, പല വർഷങ്ങളായി തീയിലും വെള്ളത്തിലും ഇട്ട് പിടപ്പിച്ച സാത്താൻ സ്വൈരത കിടത്തിയ ആ ചെറുപ്പക്കാരനെ പോലെ, കർത്താവെ, ഊമനും ചെകനുമായ യുവാവിനെ പോലെ സാത്താന്യ ശക്തികൾ സമാധാനം കെടുത്തി, സ്വസ്ഥത കെടുത്തി, രോഗം കൊണ്ടുവന്ന്, വേദന കൊണ്ടുവന്ന്, കുടുംബകലകം കൊണ്ടുവന്ന് തകർത്തുകൊണ്ടിരിക്കുന്ന കുടുംബങ്ങൾ ഞങ്ങളെ കേൾക്കുന്നുണ്ട്. കർത്താവേ, ഇതെന്താണ് ഇതിന് പ്രശ്ന കാരണമെന്നറിയാതെ അവർ വലഞ്ഞുകൊണ്ടിരിക്കുന്നു. അനേകിടത്ത് സമാധാനത്തിനും വിടുതലിനും സൗഖ്യത്തിനും നെട്ടോട്ടം ഓടുന്നു. എന്നാൽ പിശാചിൻ്റെ പ്രവർത്തികളെ അഴിപ്പാൻ പ്രത്യക്ഷനായ ദൈവപുത്രൻ ഈ ഭവനങ്ങളിൽ ഇറങ്ങിച്ചെന്ന്, ഇപ്പോൾ ഞങ്ങൾ ഈ പ്രാർത്ഥിക്കുന്ന നിമിഷത്തിൽ തന്നെ ഈ വ്യക്തിയുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് നിന്റെ കരത്തിൻ്റെ ശക്തി അവരിൽ വെളിപ്പെടുത്ത്. നിന്റെ കരത്തിൻ്റെ വല്ലഭത്വം വെളിപ്പെടുത്തി സൗഖ്യം നൽകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ വിടുതൽ വ്യാപരിക്കട്ടെ കർത്താവേ, ഇപ്പോൾ സൗഖ്യം വ്യാപരിക്കട്ടെ കർത്താവേ. കർത്താവിൻ്റെ കരവരെ തൊട്ടു എന്നവർ വിളിച്ചു പറയുവാൻ ഇടയാക്കണമേ. പ്രാർത്ഥന കേട്ടാൽ നമിക്കുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ, ആമേൻ. കർത്താവ് നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഇപ്പോൾ ഞങ്ങളെ വിളിച്ചറിയിക്കാവുന്നതാണ്. ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. അത്ഭുതവാനായ ദൈവം നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്തിരിക്കും. ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. ഈ പ്രോഗ്രാം അടുത്ത ആഴ്ചയിൽ നിങ്ങൾ കാണാൻ മറക്കരുത്. നിങ്ങളുടെ സ്നേഹിതരോട് ഈ പ്രോഗ്രാമിനെ കുറിച്ച് പറയുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. നിങ്ങളൊരു ചെറിയ സംഭാവന ചെയ്യുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ ദൈവവചനം കേൾക്കാൻ ഇടയാകും. ദൈവം നിങ്ങളെ എല്ലാവരെയും ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ. ദൈവകൃപയിൽ ആശ്രയിച്ച് പാസ്റ്റർ ബി മോനച്ചൻ രചിച്ച ഇതാ നോഹയുടെ കാലം, ബൈബിൾ പ്രഭാഷണങ്ങൾ, മഹാനിയോഗം, ഞാൻ വണങ്ങും ദൈവം, യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ തുടങ്ങിയ പുസ്തകങ്ങൾ അനേകരിൽ സ്വാധീനം ചെലുത്തുന്നു, അനേകർക്ക് രൂപാന്തരം വരുത്തുന്നു. ഇവയിൽ ഇപ്പോൾ ലഭ്യമാകുന്ന 4 പുസ്തകങ്ങൾ യഹോവ ഭക്തന്റെ കുടുംബം, ദൈവിക ന്യായവിധികൾ, ഞാൻ വണങ്ങും ദൈവം, സമയമെടുത്തു തുടങ്ങിയവയാണ്. ഈ പുസ്തകങ്ങൾ നിങ്ങളുടെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെയും ആത്മീക വർധനയ്ക്ക് ഉതകുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പുണ്ട്. ഈ പുസ്തകങ്ങൾ നിങ്ങൾക്ക് ആവശ്യമെങ്കിൽ താഴെ കാണുന്ന വിലാസത്തിലോ ഞങ്ങളുടെ ഫോൺ നമ്പറിലോ ബന്ധപ്പെടുക. ഞങ്ങളുടെ വിലാസം: പാസ്റ്റർ ബി മോനച്ചൻ, ഫെയ്ത്ത് ഗോസ്പൽ മിനിസ്ട്രി, എരുവ ഈസ്റ്റ് PO, കായംകുളം. ഫോൺ 9744992186, 9656601321, 8547649440.